സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കാൻ പന്തയം വയ്ക്കുക മാത്രമല്ല ആരാധകർ ചെയ്തിരിക്കുന്നത് ശൂലം കവിളിൽ തറച്ച് വഴിപാട് വരെ നേർന്നിരിക്കുകയാണ് തന്റെ പ്രിയപ്പെട്ടവർ. അതായത് തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചാൽ ചിയാരം സ്വദേശി സന്തോഷാണ് 6 അടി നീളം വരുന്ന ശൂൽ കവിളിൽ തറയ്ക്കാമെന്ന് നേർച്ച നേർന്നത്. അദ്ദേഹത്തിന്റെ ഈ നേർച്ച വഴിപാട് ഇപ്പോൾ അദ്ദേഹം നിറവേറ്റിയെന്നാണ് വിവരങ്ങൾ. തൃശൂരിലെ സ്വരാജ് ഗ്രൗണ്ടിലുള്ള മുരുകാ ക്ഷേത്രത്തിലെത്തിയാണ് ഇദ്ദേഹം തന്റെ വഴിപാട് കഴിച്ചിരിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വീഡിയോയിൽ സുരേഷ് ഏട്ടന്റെ വിജയത്തിന് വേണ്ടിയുള്ള വഴിപാടാണെന്നും ഈ ആരാധകൻ പറയുന്നുണ്ട്. പിന്നാലെ ശൂലം തറച്ച് ക്ഷേത്രത്തിന് ചുറ്റും നടക്കുന്ന ആരാധകന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നത്. അതേസമയം കേരളം ആകാംക്ഷയോടെ കാത്തിരുന്ന ജനവിധിയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലുണ്ടായത്. സംസ്ഥാനത്തെ താരമണ്ഡലങ്ങളിലൊന്നായി ഇവിടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ പോർ തുടങ്ങിയിരുന്നു. വൻ ഭൂരിപക്ഷത്തോടെയാണ് സുരേഷ് ഗോപി ഇവിടെ വിജയിച്ചിരിക്കുന്നത്. അതായത് 4,12,338 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ വിജയം ആഘോഷിക്കുന്ന തിരക്കിൽ തന്നെയാണ് പാർട്ടിയും ആരാധകരും ഒക്കെ. ഇപ്പോൾ കേരളത്തിൽ BJP ആദ്യമായി അക്കൗണ്ട് തുറന്ന സന്തോഷത്തിൽ തന്നെയാണ് അണികളെല്ലാം. അതേസമയം ഫലം വന്നതിന് പിന്നാലെ കുടുംബത്തിനും സഹപ്രവർത്തകർക്കുമൊക്കെ പായസം നൽകിയാണ് അദ്ദേഹം വിജയം ആഘോഷിച്ചത്. ഇതിനിടെ മുരളീധരന്റെ വിജയത്തിന് പന്തയം വെച്ച കോൺഗ്രസ് നേതാവിന്റെ കാറടക്കം നഷ്ടപ്പെട്ട വിവരങ്ങളും പുറത്തുവരികയാണ്. ചാവക്കാട് കാർഷിക വികസന ബാങ്ക് ഡയറക്ടറും കോൺഗ്രസ് നേതാവുമായ തെക്കൻ ബിജുവാണ് BJP പ്രവർത്തകനായ ചില്ലി സുനിയുമായി കാർ പന്തയം വെച്ചത്. സുരേഷ് ഗോപി ജയിച്ചാൽ മാരുതി വാഗണർ കാർ ചില്ലി സുനിക്ക് കൊടുക്കാമെന്നും മുരളീധരൻ ജയിച്ചാൽ തിരിച്ച് സുനിയുടെ മാരുതി സ്വിഫ്റ്റ് ഡിസൈർ കാർ നൽകണമെന്നുമായിരുന്നു പന്തയം. കഴിഞ്ഞ ദിവസം ചാവക്കാട് ചായക്കടയിലിരുന്ന് ചായ കുടിക്കുമ്പോൾ നടന്ന രാഷ്ട്രീയ സംവാദമാണ് പന്തയത്തിൽ കലാശിച്ചത്. ഇവരുടെ പന്തയത്തിന്റെ വീഡിയോ അടക്കം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവരികയും സുരേഷ് ഗോപി വിജയിക്കുകയും ചെയ്തതോടെ ബൈജു കാർ സുനിക്ക് കൈമാറുമെന്ന് വ്യക്തമാക്കി. വിജയാഹ്ലാദത്തിന് പിന്നാലെ സുനി ഫ്രീയാകുന്ന മുറയ്ക്ക് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ കാർ കൈമാറാമെന്നാണ് ബൈജു പറഞ്ഞത്. 5 വർഷം മാത്രമാണ് ബൈജുവിന്റെ വാഗണർ കാറിന് പഴക്കമുള്ള. ഏകദേശം 4 ലക്ഷം രൂപയോളം വില വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് മുതൽ തന്നെ സജീവമായിരുന്ന പന്തയം വയ്പ്പുകാർ പ്രധാനമായും വടകര, തൃശൂർ, തിരുവനന്തപുരം, പത്തനംതിട്ട എന്നിവിടങ്ങളിലെയും സ്വന്തം മണ്ഡലത്തിലെയും വിജയികളെക്കുറിച്ച് മാത്രമായിരുന്നു പ്രവചനം. ഇതിൽ LDFനെ പിന്തുണച്ച് പന്തയം വയ്പ്പുകാരാണ് ഇപ്പോൾ കുഴപ്പത്തിലായത്. തങ്ങളുടെ സ്ഥാനാർത്ഥികൾ തോറ്റാൽ തല മുട്ടയടിക്കാമെന്നും മീശ പാതി വടിക്കാമെന്നും പന്തയം വെച്ചവരാണ് ഇതിൽ ഏറെയും. നിങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചാൽ നിങ്ങളുടെ കൊടിയും പിടിച്ച് നിങ്ങളോടൊപ്പം വരാമെന്നും പന്തയം വെച്ചവർ ഇക്കൂട്ടത്തിലുണ്ട്. ഇനി വേറെ ചിലരുണ്ട്, എൻ്റെ പാർട്ടി സ്ഥാനാർത്ഥി തോറ്റാൽ ഒറ്റക്കാലിൽ ഓടാമെന്ന് പറഞ്ഞവരും ഇക്കൂട്ടത്തിലുണ്ട്. മറ്റൊരു കൂട്ടരാകട്ടെ ഭക്ഷണപ്രിയരാണ്. എതിരാളികളുടെ സ്ഥാനാർത്ഥി ജയിച്ചാൽ ഒരാഴ്ചത്തെ ബിരിയാണിയോ സുഭിക്ഷമായ ഭക്ഷണമോ ആണ് ഓഫർ. പന്തയത്തിൽ തോറ്റാൽ പറഞ്ഞതുപോലെ ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ എതിരാളികൾ ചെയ്യിപ്പിക്കും. എന്തായാലും പ്രവചനങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ പന്തയം വെപ്പുകാരാണ് നാട്ടിൻ പുറത്തെ താരങ്ങളായത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.